നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് പൂഞ്ഞാറിൽ പി.സി. ജോർജിന്റെ വീടിന്റെ മുറ്റത്ത് നടക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തന്നെ രാവിലെ പോലീസ് എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പി.സി. ജോർജ് വീട്ടിലില്ലായിരുന്നു എന്നാണ്, മാത്രമല്ല അദ്ദേഹം ഹാജരാകുമെന്നായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവും പൂഞ്ഞാർ മുൻ എം.എൽ.എയുമായ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ പി.സി. ജോർജ് ഇന്ന് ഈരാറ്റുപേട്ട കോടതിയിലാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ജോർജിനെ തേടി പോലീസ് പലതവണ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന പി.സി. ജോർജ് താൻ തിങ്കളാഴ്ച ഹാജരാകാമെന്നായിരുന്നു പോലീസിനെ അറിയിച്ചത്. ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. 30 വർഷത്തോളം എം.എൽ.എ. ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വംശവദനാകുന്ന പി.സി. ജോർജിനെ രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചിരുന്നു. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കി. പി.സി. ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും കോടതി പറയുകയുണ്ടായി. സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ പി.സി. ജോർജിനെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിദ്വേഷജനകമായ പരാമർശം നടത്തിയത് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവെന്നായിരുന്നു പി.സി. ജോർജിന്റെ വാദം. പരാമർശത്തിൽ കോടതി കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജാനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്. ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി. ഏതായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായിരിക്കുന്നത്. എന്തായിരിക്കും തുടർ നടപടി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഇതിപ്പോൾ പി.സി. ജോർജിനെതിരെ മുൻപും നിരവധി തവണ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്, കേസും വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വിഭാഗവും ഇത്തരത്തിൽ പല രീതിയിലുള്ള വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് സമൂഹത്തിൽ. കുംഭമേളയെ പരിഹസിക്കുന്നവരുണ്ട്, ശിവലിംഗത്തെ അവഹേളിക്കുന്നവരുണ്ട്. ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകൾ ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവരാണെന്ന് പരസ്യമായി പറയുന്നവരുണ്ട്. ഗണപതി മിത്താണെന്ന് പറയാം. തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടിക്കാം, അവരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം. അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കാം. വിനോദസഞ്ചാരികളായ ഇസ്രായേലികൾ അപമാനിക്കാം. ഇവിടെ ആരും കേസെടുക്കില്ല, നോട്ടീസും അയക്കില്ല, ചാനൽ ചർച്ചയും നടക്കില്ല. ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ ആരും പറയില്ല. പക്ഷേ പി.സി. ജോർജ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം, അത് ചെറുതോ വലുതോ ആയാൽ തന്നെ ഉടനടി വളരെ വേഗത്തിൽ നടപടിയെടുക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ അപ്പുറത്തുള്ളപ്പോൾ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന് ആദ്യത്തെ സംഭവമെന്നല്ല. ഒരുപാട് തവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കേസും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിലാണ് പി.സി. ജോർജ് ഹാജരായിരിക്കുന്നത്.